അവളെ വെറുത്ത ഓരോ നിമിഷത്തെയും 1000 ആവർത്തി മനസ്സാൽ മാപ്പ് പറയുകയായിരുന്നു അന്ന് താൻ. മദ്യലഹരിയിൽ അവളെ താൻ നോവിച്ചതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് അന്ന് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവളെ ബാംഗ്ലൂർക്ക് വിട്ടത്. ആദ്യമായി അവളെ പിരിഞ്ഞതിൻ്റെ വേദന, അന്ന് താൻ അനുഭവിച്ച പ്രാണസങ്കടം, അത് എത്രത്തോളമാണെന്ന് തനിക്ക് മാത്രമേ അറിയൂ. അവളില്ലാതെ ഒരു നിമിഷം പോലും തനിക്ക് ജീവിക്കുവാൻ സാധിക്കില്ലെന്ന് താൻ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അവൾ പോയതിൻ്റെ അടുത്ത ദിവസം തന്നെ വീണ്ടും ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. സാറിനെ കാണാൻ വേണ്ടി ചെന്നപ്പോഴാണ് അറിഞ്ഞത് അയാളേതോ ടൂറിലാണെന്ന്. നമ്പറും മേടിച്ച് അവിടെ നിന്നും അപ്പോൾ തന്നെ തിരിച്ചു പോരുകയായിരുന്നു. ദേവു മടങ്ങി വന്ന ദിവസം അവളെ വാരിപ്പുണരുവാൻ തൻ്റെ മനസ്സ് വെമ്പിയതാണ്. പക്ഷേ അപ്പോൾ വീണ്ടും ദേഷ്യമായി. തന്നെ ഇട്ടിട്ട് പോയില്ലേ എന്നോർത്ത്. എന്നാലും ശരി, ഹരിക്കെന്നല്ല ഒരുത്തനും തൻ്റെ ദേവുവിനെ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അവൾ മടങ്ങി വന്ന ദിവസം അവളെ വാരിപ്പുണരുവാൻ തൻ്റെ മനസ്സ് വെമ്പിയതാണ്. പക്ഷേ അപ്പോൾ അവളോട് ദേഷ്യം തോന്നി. ഇത്രയും ദിവസം തന്നെ പിരിഞ്ഞു പോയതല്ലേ എന്ന്. തന്നെ കാണാതെ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾ പോയല്ലോ എന്നോർത്തപ്പോൾ ഒരു കുഞ്ഞു നൊമ്പരവും തോന്നി. ഒപ്പം പെണ്ണിനോട് ദേഷ്യവും. എന്നിരുന്നാലും ശരി, അമ്പലത്തിൽ അവളെയും കൊണ്ട് കൂട്ടി വൈകിട്ട് പോകാമെന്നും തൻ്റെ വലം കൈ അവളുടെ കൈവിരലുകളിൽ കോർത്തിണക്കി ചുറ്റമ്പലത്തിന് പ്രദക്ഷിണം വെക്കണമെന്നും അവിടെ വെച്ച് മകൻ്റെ വിവാഹം നടത്തിത്തരാൻ തൻ്റെ അമ്മ പ്രാർത്ഥിച്ച ആ ദേവിയുടെ നടയിൽ വെച്ച് അവളോട് 1000 ആവർത്തി ക്ഷമ പറയണമെന്നും ദേവിയെ സാക്ഷിയാക്കി പുതിയൊരു ജീവിതം തുടങ്ങണമെന്നും എന്തൊക്കെയായിരുന്നു താൻ കണക്ക് കൂട്ടിയത്. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. സർ, ആരോ വിളിച്ചതും ഓർമ്മകളിൽ നിന്നും നന്ദൻ ഞെട്ടി എഴുന്നേറ്റു. ദേവൂട്ടിയുടെ അരികത്തായി അവൻ ഇരിക്കുകയാണ്. സിസ്റ്റർ അനുപമയാണ് അവനെ വന്ന് വിളിച്ചത്. സർ, മാഡത്തിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്, കാണണമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്, അവർ പറഞ്ഞു. നന്ദൻ അനുമതി കൊടുത്തതും മാധവ് വാര്യരും ഭാര്യയും കൂടി അകത്തേക്ക് വന്നു. ദേവു നല്ല മയക്കത്തിലായിരുന്നു. നിശബ്ദരായി കരയുകയാണ് അച്ഛനും അമ്മയും. പാവം ദേവു ഒന്നും അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവുവിനെ റൂമിലേക്ക് മാറ്റപ്പെട്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളെ പരിചരിക്കുവാൻ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. നന്ദൻ ആർക്കും ശല്യമാകാതെ സ്വയം മാറി നിൽക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാലും ദേവുവിന് അവളുടെ നന്ദേട്ടൻ്റെ സാമീപ്യമായിരുന്നു വേണ്ടതും അവൾ ആഗ്രഹിച്ചതും. നന്ദൻ വരുമ്പോൾ അവളുടെ കണ്ണുകളിൽ തെളിയുന്ന തിളക്കം നന്ദന് മാത്രമുള്ളതായിരുന്നു. ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അത് അവനെ കാണുമ്പോൾ മാത്രമായിരുന്നു. ഡിസ്ചാർജ് ആയ ദിവസം മാധവ് വാര്യർ നന്ദനെ പതിയെ സമീപിച്ചു. മോനെ, ദേവൂട്ടിക്ക് പരസഹായമില്ലാതെ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അതുകൊണ്ട് മോളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സരസ്വതിയമ്മയ്ക്കും വയ്യല്ലോ. 2 മാസം മോൾ അവിടെ നിൽക്കട്ടെ. അയാൾ നന്ദനെ നോക്കി. അതാ നല്ലത് കേട്ടോ മോനെ. മോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. എന്നിട്ട് എല്ലാം ഭേദമായിട്ട് തിരികെ കൊണ്ടുവന്നേക്കാം. ദേവുവിൻ്റെ അമ്മയും ഭർത്താവിൻ്റെ നിർദ്ദേശം ശരിവെച്ചു. എന്താ നിങ്ങളെല്ലാവരും കൂടി ഒരു ചർച്ച? 3 പേരുടെയും അടുത്തേക്ക് സരസ്വതിയമ്മ കടന്നു വന്നുകൊണ്ട് ചോദിച്ചു. അമ്മേ, നമ്മുടെ കിഴക്കേപ്പറമ്പിൽ നാളികേരം പിരിക്കാൻ പറഞ്ഞ രാഘവേട്ടനില്ലേ? പുള്ളിക്കാരൻ്റെ ഭാര്യ രാജമ്മ ഇപ്പോൾ എവിടെയാമ്മേ? നന്ദൻ അമ്മയോട് ചോദിച്ചു. രാജമ്മ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരും. തറയൊക്കെ തുടയ്ക്കാനും മുറ്റമടിക്കാനും ഒക്കെ അവൾ അവിടെ തന്നെയുണ്ട്. സ്ഥിരം പണിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അവളെ കാണാത്തത്. ആട്ടെ, എന്താണ് നീ ഇപ്പോൾ രാജമ്മയെക്കുറിച്ച് ചോദിച്ചത്? ഇവിടെ എങ്ങനെ വെച്ച് കണ്ടോ നീ? സരസ്വതിയമ്മ മകനെ നോക്കി. പറയാം അമ്മേ. അവരുടെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നന്ദൻ അവൻ്റെ താടിയിൽ പെരുവരിലൂന്നിക്കൊണ്ട് ചോദിച്ചു. ആ, എൻ്റെ ഫോണിലുണ്ട്, ഇതാ എന്നും പറഞ്ഞ് അവർ ഫോൺ എടുത്ത് മകന് കൊടുത്തു. എന്താടാ കാര്യം, എന്താ പറ്റിയേ എന്നവർ വീണ്ടും ചോദിച്ചെങ്കിലും മകൻ ഒന്നും പറയാതെ ഫോണുമായി പുറത്തേക്ക് പോയി. ഞങ്ങൾ ദേവൂട്ടിയെ കൊണ്ടുപോകുന്ന കാര്യം പറയുമായിരുന്നമ്മേ. ഇവിടെ അമ്മയ്ക്കും പറ്റില്ലല്ലോ അവളെ നോക്കുവാൻ. ഒറ്റയ്ക്കിനി കുട്ടിക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ, അതാണ്. വാര്യർ അത് പറഞ്ഞപ്പോഴേക്കും നന്ദൻ ഫോണുമായി അവർക്കരികിലേക്ക് വന്നു. ദേവൂട്ടി, മോളു ഞങ്ങളുടെ ഒപ്പം നാട്ടിലേക്ക് പോരുക കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞ് മടങ്ങാം. എന്തേ? വാര്യർ മകളോട് ചോദിച്ചപ്പോൾ ദേവു സങ്കടത്തോടെ തലയാട്ടി. കാരണം അവൾക്കും അറിയാം തനിക്കിനി ഇപ്പോഴത്തെ അവസ്ഥയിൽ പരസഹായമില്ലാതെ പറ്റില്ല എന്ന്. നന്ദൻ അപ്പോഴും ദേവുവിനെ നോക്കി നിൽക്കുകയാണ്. നിനക്ക് കഴിയുമോ ദേവു എന്നെ വിട്ടു പോകുവാൻ? കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടന്ന ദേവു താൻ കൈയെടുത്തു മാറ്റിയപ്പോൾ ഒന്നുകൂടെ അവൾ തന്നിലേക്ക് ചേർന്നു. ഇനി ഒരിക്കലും തന്നെ വിട്ടുപോകില്ല എന്ന അർത്ഥത്തിൽ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ആ രാത്രിയിൽ മുഴുവൻ താൻ ഉറക്കം വെടിഞ്ഞുകൊണ്ട് ദേവുവിനെ നോക്കി കിടന്നത്. സർജറി കഴിഞ്ഞ് അബോധാവസ്ഥയിലും അവളുടെ നാവ് ചലിച്ചത് നന്ദേട്ട എന്ന വിളിയിലൂടെയാണ്. ആ ദേവൂട്ടിയെ ഞാൻ അവളുടെ വീട്ടിലേക്ക് വിടാനോ? ദേവുവിനെ അങ്ങോട്ട് വിടണ്ട, ആവശ്യമില്ല ഇപ്പോൾ. ദേവുവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നമ്മുടെ രാജമ്മ ചേച്ചി ഏർപ്പാട് ചെയ്തു ഞാൻ.
പിന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വരണമെങ്കിൽ പോലും നമ്മുടെ വീടാണല്ലോ എളുപ്പം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ദേവു ഇവിടേക്കും പോകണ്ട എന്നാണ്. സരസ്വതി അമ്മയെ നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു. എങ്കിൽ ഞാൻ പോരുന്നില്ലമ്മേ. ഏട്ടൻ പറയുന്ന പോലെ ചെയ്യാം. അതായിരിക്കും എല്ലാവർക്കും സൗകര്യം. നന്ദൻ്റെ തീരുമാനം കേട്ടതും ദേവു പെട്ടെന്ന് അവളുടെ അമ്മയോടായി പറഞ്ഞു. മാധവ വാര്യരും ഭാര്യയും പിന്നെ ഒന്നും സംസാരിച്ചില്ല. കാരണം മകളെ കൊണ്ടുപോകണമെന്ന ആഗ്രഹം അവർക്കുണ്ടെങ്കിലും അവൾക്ക് തങ്ങളുടെ ഒപ്പം വരാൻ താല്പര്യമില്ല എന്നാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അവർക്കൊക്കെ മനസ്സിലായി. സരസ്വതിയമ്മയ്ക്കാണെങ്കിൽ പെട്ടെന്നുണ്ടായ മകൻ്റെ മാറ്റത്തിലെ അങ്കലാപ്പ് അപ്പോഴും വിട്ടുമറിയില്ല. ഇനി എന്താണ് മകൻ്റെ ഉദ്ദേശം? അതാണ് അവരെ കൂടുതൽ ഭയപ്പെടുത്തിയത്. ഇത്രയും പെട്ടെന്ന് നന്ദൻ ദേവുവിനെ തിരികെ കൊണ്ടുപോകാൻ വാശി പിടിക്കുന്നുവെങ്കിൽ അതിനെന്തെങ്കിലും അരുതാത്ത ഉദ്ദേശം ഉണ്ടോ? അവർ പല ആവർത്തി ചിന്തിച്ചു നോക്കി. പക്ഷേ ദേവൂട്ടിക്കറിയാമായിരുന്നു തൻ്റെ നന്ദേട്ടൻ്റെ ഇടനെഞ്ചിലെ ചൂട് തനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. ഈ ജന്മം മുഴുവൻ കാത്തിരുന്നാലും ശരി, നന്ദേട്ടനെ വിട്ട് തനിക്കൊരു ജീവിതമില്ല. വീട്ടിലെത്തിയതും രാജമ്മ വന്ന് എല്ലാം ക്രമീകരിച്ചിരുന്നു. അവർ വരുമ്പോഴേക്കും എല്ലാം ശരിയാക്കി വെക്കുവാൻ ഗുപ്തൻ നായരാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത്. താഴത്തെ മുറിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടു ചേച്ചി. ദേവുവിനെയും കൊണ്ട് വണ്ടിയിൽ നിന്നിറങ്ങിയ സരസ്വതി അമ്മയോടായി രാജമ്മ പറഞ്ഞു. നിങ്ങളെ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു വിടണതല്ലേ? വന്നപ്പോൾ തന്നെ റൂം രണ്ടാക്കാൻ നോക്കുന്നു. നന്ദൻ പല്ലുറുമിക്കൊണ്ട് അവരെ നോക്കി. എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ, കാലിന് പ്രോബ്ലം ഇല്ല. അവൾ ഇത്രയും ദിവസം കിടന്ന മുറിയിൽ ഇനിയും കിടക്കും എന്നും പറഞ്ഞ് നന്ദൻ ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്ന ബാഗുകളെടുത്ത് മുറ്റത്തേക്ക് വെച്ചു. അങ്ങനെ ദേവു അവരുടെ സ്വന്തം മുറിയിലേക്ക് തന്നെ കയറിപ്പോയി. എന്തായാലും ദേവുട്ടിയുടെ പെട്ടെന്ന് സ്നേഹമൊന്നും കാണിക്കണ്ട. പതിയെ പതിയെ അവളുടെ മനസ്സിൽ ഇടം നേടിയെടുക്കാം. അതല്ലേ അതിൻ്റെ ഒരു ത്രില്ല്. നന്ദൻ തീരുമാനിച്ചുറപ്പിച്ചു. 2 ദിവസം കൂടി നിന്നിട്ട് മാധവ വാര്യരും ഭാര്യയും മകളുടെ അടുത്തു നിന്നും മടങ്ങി. ദേവൂട്ടിയെ സഹായിക്കുവാനായി രാജമ്മ സർവ്വസമയവും ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. ദേവൂട്ടി സാധാരണ നിലയിലേക്ക് പതിയെ പതിയെ മടങ്ങിയെത്തി. നന്ദൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ടെന്ന് ദേവൂട്ടിക്കറിയാം. നന്ദേട്ടൻ ജാട കാണിക്കുന്നതാണെങ്കിൽ താനും അത്രയ്ക്ക് മോശമാകുന്നില്ല. അവളും തീരുമാനിച്ചു. അമ്മേ, ഇനി രാജമ്മ ചേച്ചിയുടെ സഹായം വേണ്ട കേട്ടോ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചേച്ചി പറഞ്ഞു വിടാം. ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്ന ദേവു പറഞ്ഞു. അങ്ങനെ ദേവൂട്ടി പഴയതുപോലെ ഉഷാറായി വന്നു. ഒരു ശലഭം കണക്കെ അവൾ പാറിപ്പറന്നു നടക്കുന്നത് നോക്കി സന്തോഷത്തോടെ നന്ദൻ ഇരുന്നു. ഒരു ദിവസം നാട്ടിൽ നിന്ന് ദേവൂട്ടിയുടെ അച്ഛൻ വിളിച്ചു. മോളെ, നിന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച മെറിനില്ലേ? അവൾ ഇന്നിവിടെ വന്നിരുന്നു. പാലക്കാട് വെച്ച് അവൾക്ക് എന്തോ എക്സാം ഉണ്ടെന്ന്. നിന്റെ അടുത്ത് വന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് പോകാനാണ് അവളുടെ പ്ലാൻ. എന്താ കുട്ടിയുടെ അഭിപ്രായം? ദേവൂട്ടിയെ സഹായിക്കുവാനായി രാജമ്മ സർവ്വസമയവും ഉണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടു. ദേവൂട്ടി സാധാരണ നിലയിലേക്ക് പതിയെ പതിയെ മടങ്ങിയെത്തി. നന്ദൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ടെന്ന് ദേവൂട്ടിക്കറിയാം. നന്ദേട്ടൻ ജാട കാണിക്കുന്നതാണെങ്കിൽ താനും അത്രയ്ക്ക് മോശമാകുന്നില്ല. അവളും തീരുമാനിച്ചു. അമ്മേ, ഇനി രാജമ്മ ചേച്ചിയുടെ സഹായമൊന്നും വേണ്ട കേട്ടോ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ചേച്ചിയെ പറഞ്ഞു വിടാം. ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി വന്ന് ദേവു പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ സർജറി ഡേ ആയിരുന്നു. നന്ദൻ തിരക്കുള്ളതിനാൽ രാവിലെ പോയി. ദേവു ആണെങ്കിൽ അന്ന് കൂട്ടുകാരി വരുന്നതിനാൽ ഭയങ്കര തിരക്കിലായിരുന്നു. ഉച്ച കഴിഞ്ഞാണ് ദേവു ഫ്രീ ആയത്. റൂമിലെത്തിയപ്പോൾ അവൾ വെറുതെ ഫോൺ എടുത്ത് നോക്കി. 23 മിസ്ഡ് കോൾ. എല്ലാം കോളേജിൽ നിന്നും വീട്ടിൽ നിന്നും ഉള്ളതായിരുന്നു. ഈശ്വര, എന്താ ഇപ്പം പറ്റിയേ? ഇത്രയും തവണ വിളിച്ചത്? അവൾക്ക് നെഞ്ചിനൊക്കെ ഒരു പ്രയാസം പോലെ തോന്നി. ദേവൂട്ടി, മോളെ, ഓടി വാ കുട്ടി. സരസ്വതിയമ്മ അലറി വിളിക്കുന്നത് കേട്ട് ദേവു പാഞ്ഞു ചെന്നു. എൻ്റെ കൃഷ്ണ, അമ്മയ്ക്കൊന്നും വരുത്തരുതേ. അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഓടി. അമ്മേ, എന്തു പറ്റി? ഓടി വരുന്ന ദേവൂട്ടിയെ കണ്ടുകൊണ്ടാണ് നന്ദൻ അകത്തേക്ക് കയറി വന്നത്. സരസ്വതിയമ്മ അപ്പോഴേക്കും അവരുടെ കയ്യിലിരുന്ന ഫോൺ ദേവൂട്ടിക്ക് കൈമാറി. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ മേടിച്ച് കാതോട് ചേർത്തു. മറുതലയ്ക്കൽ നിന്ന് കേട്ട വാർത്തയറിഞ്ഞതും ദേവു പരിസരം പോലും മറന്ന് ഓടിച്ചെന്ന് നന്ദനെ കെട്ടിപ്പുണർന്നു. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. എന്താ ദേവു, എന്തു പറ്റി? അവൻ അവളോട് പലകുറി ചോദിച്ചു. പക്ഷേ അവൾക്കൊരു വാക്കുപോലും ഉരിയാടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്താണെന്ന് പറയ, നീ ഇങ്ങനെ കരയാതെ. അവൻ ദേവൂട്ടിയെ തന്നിൽ നിന്നും അല്പം ബലം പ്രയോഗിച്ച് അടർത്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു. ഏട്ടാ, എനിക്കാണ് BCom പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക്. നന്ദന് സ്വന്തം കാതുകളെ വിശ്വസിക്കാനായില്ല. ഈശ്വര, തൻ്റെ ദേവു ഇവൾ ഇത്രമാത്രം നന്നായി പഠിക്കുമായിരുന്നോ? സത്യത്തിൽ തൻ്റെ ദേവു പഠിക്കുന്നത് ഏത് വിഷയമാണെന്ന് പോലും താൻ ഇതുവരെ ചോദിച്ചിട്ടില്ല.
കുറ്റബോധം കൊണ്ട് അവൻ്റെ ചങ്ക് നീറി. നിറമിഴിയാലെ ദേവു പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവൻ നിൽക്കുകയാണ് ചെയ്തത്. സരസ്വതിയമ്മ ഓരോരുത്തരെയായി വിളിച്ച് സന്തോഷവാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്യമ്മയാണെങ്കിൽ കേട്ടത് വിശ്വസിക്കാനാവാതെ ദേവുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ സരസ്വതിയമ്മയോട് ആവശ്യപ്പെട്ടു. അവൾ പറഞ്ഞു കഴിഞ്ഞതും അവർക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ദേവുവിനെ നന്ദനൊന്ന് നോക്കിയതും പെണ്ണിൻ്റെ മുഖം ചുവന്നു തുടുത്തു. ഇവൾ റൂമിലോട്ട് വരികയാണെങ്കിൽ അവളെ ചുംബനങ്ങൾ കൊണ്ട് പൊതിയണമെന്ന് ആഗ്രഹമുണ്ട് നന്ദന്. അത്രയ്ക്ക് തൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട് അവളിലേക്ക് ആളിപ്പടരുവാൻ. പെട്ടെന്നാണ് ഒരു കാർ മുറ്റത്ത് വന്നു നിന്നത്. ഹായ്, മെറിനായിരിക്കും അത്. ദേവു ഓടിച്ചെന്നു. പിന്നെ അങ്ങോട്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. പിറ്റേ ദിവസം ഗംഭീരമായ പാർട്ടി നടത്തുവാൻ എല്ലാവരും തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം നന്ദനൊന്ന് പുറത്തു പോയിട്ട് റൂമിലെത്തിയപ്പോൾ ദേവൂട്ടി മെറിനുമായി സംസാരിക്കുകയാണ്. ഞാൻ ഹരിസാറിനോട് വിളിച്ചു പറഞ്ഞു നിന്റെ അടുത്താണെന്ന്. സാറാണെങ്കിൽ ഹൃദയത്തിൽ നിന്നും ഒരു കൺഗ്രാറ്റ്സ് പറയാൻ പറഞ്ഞു കേട്ടോ, മെറിൻ ദേവൂട്ടിയോട് പറഞ്ഞു. ദേവു ഒന്ന് മൂളുക മാത്രം ചെയ്തു. ശരിക്കും സാർ ആഗ്രഹിച്ചിരുന്നു നീയും ഒത്തൊരുമിച്ചൊരു ജീവിതം. നിന്നെ സാറിന് ജീവനായിരുന്നു കേട്ടോ ദേവു. നിന്റെ വിവാഹം കഴിഞ്ഞെന്നറിഞ്ഞ് സാർ ആകെ തകർന്നു പോയി. നീയും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ദേവു സാറിനെ നിന്റെ പ്രാണനാക്കുവാനായി. മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം മോളെ. പിന്നെ വിധിച്ചത് നിനക്ക് നന്ദൻ ഡോക്ടറാണ്. അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ. മെറിൻ്റെ സംസാരം കേട്ട് മിടിക്കുന്ന ഹൃദയത്തോടെ നന്ദൻ വെളിയിൽ നിന്നു. ഹരി സാർ ദേവുവിൻ്റെ എല്ലാം ആയിരുന്നു എന്നാണ് മെറിൻ പറഞ്ഞത്. നിങ്ങൾ വരൂ കുട്ടികളെ, അമ്മ വിളിച്ചത് കേട്ടുകൊണ്ട് രണ്ടാളും പറച്ചിൽ അവസാനിപ്പിച്ചു. ദേവുവിൻ്റെ മറുപടി എന്താണെന്ന് മാത്രം അവൻ അറിയുവാൻ കഴിഞ്ഞില്ല. ദേവൂട്ടിക്ക് റാങ്ക് കിട്ടിയതറിഞ്ഞ് അവൾക്ക് കൊടുക്കുവാനായി ഒരു വൈഡൂര്യ കമ്മൽ മേടിച്ചു കൊണ്ടുവന്നതാണ് നന്ദൻ. അവൻ പതുക്കെ ആ സമ്മാനപ്പൊതിയുമായി അവിടെ നിന്നും ഇറങ്ങി വെളിയിലേക്ക് പോയി. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതായി അവന് തോന്നി. നന്ദേട്ടാ, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത്? രാത്രിയിൽ നന്ദൻ കിടക്കാനായി വന്നപ്പോൾ ദേവു അവനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതായിരിക്കും. തോന്നലൊന്നുമല്ല, ഏട്ടനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു. എന്താണെന്ന് പറ്റിയെന്ന് ചോദിക്കാൻ വന്നപ്പോൾ ഒക്കെ ഏട്ടൻ ഒഴിഞ്ഞു മാറിപ്പോയില്ലേ? ഒക്കെ നിന്റെ തോന്നലാണ്, അല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മറുപടി പറഞ്ഞുകൊണ്ട് നന്ദൻ തിരിഞ്ഞു കിടന്നു. അത് കണ്ടതും ദേവുവിൻ്റെ നെഞ്ചു വിങ്ങി. തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. ഒന്നും വേണ്ട, ഒന്ന് ചേർത്ത് നിർത്തി ഈ നെറുകയിലൊന്ന് തലോടിയാൽ മതിയായിരുന്നു. താനും ഒരു പെണ്ണല്ലേ, ഒരു ഭാര്യയല്ലേ. നന്ദേട്ടൻ്റെ ഈ അകൽച്ച ഇതിങ്ങനെ തുടരാനാണോ ഏട്ടൻ്റെ വിചാരം? അവളുടെ കണ്ണുകൾ പതിവ് പോലെ അന്നും ഈറനണിഞ്ഞു. മറ്റാരൊക്കെ എത്രയൊക്കെ അഭിനന്ദിച്ചാലും ശരി, നന്ദേട്ടൻ ഏട്ടൻ്റെ പ്രതികരണമായിരുന്നു തനിക്ക് വലുത്. എന്നാണെങ്കിലും ഒരു ഗിഫ്റ്റെങ്കിലും താൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് അവൾ നേരം വെളുപ്പിച്ചു. രാവിലെ മെറിൻ എക്സാമിന് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വന്നപ്പോഴേക്കും നന്ദനും ജോലിക്ക് പോകുവാനായി ഇറങ്ങി. നന്ദേട്ടാ, മെറിനെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കുമോ? അവിടുന്ന് 5 മിനിറ്റ് നടന്നാൽ മതി ഇവൾക്ക് സ്കൂളിലെത്താൻ, അവൾ നന്ദനോടായി പറഞ്ഞു. ഓക്കെ, മെറിൻ കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് നന്ദൻ കാറിൻ്റെ അരികിലേക്ക് പോയി. മെറിൻ, എക്സാം കഴിഞ്ഞ് വേഗം എത്തിക്കണം കേട്ടോ, ഇവിടെ വൈകിട്ട് പാർട്ടിയുള്ള കാര്യം മറക്കരുതേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ അവിടേക്ക് വന്നു. ഇല്ലമ്മേ, ഞാൻ പെട്ടെന്ന് വന്നോളാം, 2 മണിയാകുമ്പോഴൊക്കെ എത്താം, ഉറപ്പ്. മെറിൻ നന്ദൻ്റെ ഒപ്പം കാറിൽ കയറി. മെറിനും ദേവുവും കോളേജ് വെച്ചാണോ പരിചയപ്പെട്ടത്? യാത്രക്കിടയിൽ നന്ദൻ മെറിനെ നോക്കി ചോദിച്ചു. അതെ, ഞങ്ങൾ കോളേജിൽ വെച്ചാണ് കൂട്ടായത്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. തിരിച്ചും അങ്ങനെ തന്നെ, മെറിനൊന്ന് ഇളകിയിരുന്നു കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി കോളേജിൽ വരുന്നുണ്ട് അടുത്ത ദിവസം തന്നെ. ആട്ടെ, ദേവിന് ടീച്ചേഴ്സൊക്കെ വിളിച്ച് അഭിനന്ദിച്ചോളെ? നന്ദൻ അടുത്ത ചോദ്യം ചോദിച്ചുകൊണ്ട് അവൾക്ക് നേരെ നോക്കി. പിന്നെ എല്ലാവരും വിളിച്ചു. ഹരിസാറാണ് ഞങ്ങളുടെ ക്ലാസ് സാർ, സാറ് മാത്രം വിളിച്ചില്ല, മെറിൻ പെട്ടെന്ന് പറഞ്ഞു. അതെന്താ സാറ് മാത്രം വിളിക്കാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നന്ദൻ ചോദിച്ചു. അറിയില്ല ചേട്ടാ, സാറ് വിളിക്കുമായിരിക്കും. ദേ ഇവിടെയല്ലേ ഇറങ്ങേണ്ടത്? പുറത്തേക്ക് നോക്കിക്കൊണ്ട് മെറിൻ ബാഗ് വേഗം എടുത്തുകൊണ്ട് പറഞ്ഞു. നന്ദനാണെങ്കിൽ വണ്ടിൽ സൈഡിൽ ഒതുക്കി കൊടുത്തു. മെറിൻ യാത്ര പറഞ്ഞ് നടന്നുപോയി. ദേവൂട്ടിയെ അവളുടെ ഹരിസാർ മാത്രം വിളിച്ചില്ല എന്നാണ് മെറിൻ പറഞ്ഞത്. ഒരുപക്ഷെ അവളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന കൊണ്ടാണോ, അതോ താൻ അയാളെ കണ്ട് സംസാരിച്ചത് കൊണ്ടാണോ? ഇനി ദേവൂട്ടിയുടെ മനസ്സിലും സാറുണ്ടോ ആവോ? അവൾക്ക് അയാളെ പിരിയാൻ വയ്യാത്ത അവസ്ഥയാണോ? ഒന്ന് തുറന്ന് സംസാരിക്കണം. അവൾക്ക് എന്താണോ താല്പര്യം അതുപോലെ ചെയ്യാം. വെറുതെ ആ പാവത്തിനെ ഇനി വിഷമിപ്പിക്കണ്ട. നന്ദൻ ഹോസ്പിറ്റലിലെത്തിയതും അന്ന് അധികം തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് അവൻ നേരത്തെ വീട്ടിലെത്തി.
അമ്മയും ദേവൂട്ടിയും തിരക്കായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ലച്ചുവും അശോകും എത്തുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ദേവൂട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം അധികം താമസിയാതെ എത്തും. ആകെ ബഹളമയമാണ് അവിടെ. നന്ദൻ റൂമിലെത്തി. നീലക്കണ്ണാടിക്ക് മുന്നിൽ അവൻ നിന്നു. എന്തിനാണ് നന്ദൻ നീ ഇങ്ങനെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് ബേജാറാവുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചിക്കിച്ചികിഞ്ഞ് നീ നിന്റെ ജീവിതം കളയരുത്. ദേവു നല്ലൊരു പെൺകുട്ടിയാണ്. നിനക്കായി ദൈവം തന്ന നിന്റെ മാത്രം പെണ്ണ്. അവളെ നീ ഒരുപാട് വിഷമിപ്പിച്ചു. ഇനിയും നീ ഇത് തുടരരുത്. നീലക്കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബം തന്നെ നോക്കി പരിഹസിക്കുന്നു. ശരിയല്ലേ എന്ന് അവനും തോന്നി. നന്ദേട്ടാ. ദേവു അകത്തേക്ക് വന്നതും പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി. ഊണ് കഴിച്ചില്ലല്ലോ, വരൂ, അച്ഛൻ കൈ കഴുകി, അവൾ അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് നന്ദൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇരുമിഴികളും തമ്മിലൊന്ന് കോർത്തു വലിച്ചു. അവൻ്റെ നോട്ടം നേരിടാനാവാതെ ദേവു മുഖം കൊനിച്ചതും നന്ദൻ അവളുടെ താടിത്തുമ്പ് പിടിച്ച് മേൽപോട്ടുയർത്തി. പുറത്ത് മറ്റൊരു വാഹനം വന്നു നിൽക്കുന്ന ശബ്ദം. ഏട്ടാ, അച്ഛനും അമ്മയും വന്നെന്ന് തോന്നുന്നു, താഴേക്ക് പോവാം. ഓക്കെ, താൻ ചെല്ല്. അവൻ കൈ പിൻവലിച്ചു. ആഹാ, ഇത് ആരൊക്കെയായി വരണത്? സരസ്വതിയമ്മ ഉറക്കെ പറയുന്നത് കേട്ടുകൊണ്ടാണ് നന്ദനും പിറകെ ദേവൂട്ടിയും ചെന്നത്. നോക്കിയപ്പോൾ അച്ഛനും അമ്മയും കൂടെ ബാലനങ്ങളും ഉണ്ട്. ദേവു ഓടിച്ചെന്നു അവർക്കരികിലേക്ക്. ബാലനങ്ങൾ തലിച്ചുള്ളോ? മലതിയൻ്റെ എവിടെ? ദേവു ചോദിച്ചു. ഞാനിവിടെ ഉണ്ട് മോളെ. രണ്ടു വലിയ കവറും തൂക്കിപ്പിടിച്ചു വരുന്ന മാലതിയെ അപ്പോഴാണ് അവൾ കണ്ടത്. ദേവു മാലതിയുടെ കയ്യിലിരുന്ന കവറുകൾ അവളുടെ കയ്യിലേക്ക് മേടിച്ചു. ഞാൻ എപ്പോഴും പറയായിരുന്നു ദേവൂട്ടി പതുങ്ങിയ സ്വഭാവമാണെങ്കിലും പഠനത്തിൽ മിടുക്കിയാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കതുകൊണ്ട് നീ റാങ്ക് മേടിച്ചതിലൊന്നും അത്ഭുതപ്പെടാനില്ല കേട്ടോ ദേവൂട്ടി. 1ാം ക്ലാസ് മുതൽ 1ാം സ്ഥാനം മേടിച്ച് പഠിച്ച കുട്ടിയല്ല നീ. ബാലകൃഷ്ണനാണെങ്കിൽ ദേവു കുടിക്കുവാനായി കൊടുത്ത വെള്ളം മേടിച്ചുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു. ദേവു അപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി നിന്നത് മാത്രം. മാധവ വാര്യർക്ക് നന്നേ യാത്രാക്ഷണമുണ്ടായിരുന്നു. അത് കാരണം ദേവു അച്ഛനെയും അമ്മയെയും കൂട്ടി അവർക്കായി ഒരുക്കിയ മുറിയിലേക്ക് പോയി. ലച്ചു അശോക് എപ്പോൾ വരും ബാലേട്ടാ? സരസ്വതി സഹോദരനെ നോക്കി ചോദിച്ചു. അവർ വൈകിട്ടാകുമ്പോൾ ഇങ്ങെത്തും എന്നാണ് അറിയിച്ചത്. ഇനി അറിയില്ല, അയാൾ മറുപടിയും കൊടുത്തു. ലച്ചുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ചേച്ചി? ഓ, അവളുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്നത് നല്ലത് സരസ്വതി. മാലതി പതിയെ ദേവുവും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കൂടി അകത്തേക്ക് പോയെന്ന് നോക്കി എല്ലാവരോടുമായി പറഞ്ഞു. എന്തു പറ്റി ചേച്ചി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോന്നോ? എൻ്റെ സരസ്വതി, അവൾ എന്തൊരു ആർഭാടമാണെന്നോ. എൻ്റെ മോൻ്റെ പോക്കറ്റ് കാലിയായി എന്ന് എനിക്ക് നല്ലോണം അറിയാം. അവളുടെ ചെലവ്, അംബാനിയുടെ ഭാര്യയാണെന്ന മട്ടിലാണ് നടപ്പൊക്കെ. അവൾക്ക് എല്ലാ വീക്കെൻഡിലും കറങ്ങാൻ പോകണം. ചുമ്മാ പോയിട്ട് വരില്ല. ഒന്നെങ്കിൽ ചെരുപ്പ്, അല്ലെങ്കിൽ ഡ്രസ്സ്, അല്ലെങ്കിൽ അവൾക്ക് ബാഗ് വേണം. 100 എണ്ണം വെച്ചെങ്കിലും കാണും. എത്രമാത്രം ഉണ്ടെങ്കിലും അവൾക്ക് മതിയാവില്ല. ഒറ്റ ഷോപ്പിങ്ങിൽ രൂപ എത്രയാണ് ഇറങ്ങുന്നതെന്ന് അറിയാമോ? ഒരു ചുരിദാറൊക്കെ 10,000 10,000 രൂപയുടെയാണ് എടുക്കുന്നത്. ഞാൻ 2 ആഴ്ച പോയി നിന്നപ്പോൾ ഈ കൂത്ത് കണ്ടിട്ട് എനിക്ക് അരിശം കയറി അവിടെ നിന്നും പോന്നു, മാലതി പറഞ്ഞു. അത് കേട്ട് നന്ദൻ അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി.